ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള പരിപ്പ് വട റെസിപ്പിയാണ് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഞാനിതിന് 1/2 കപ്പ് 100 കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് 4 മണിക്കൂറോളം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതിന് കടലപ്പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമില്ലാതെ ഒന്ന് ജാറിലോട്ട് ഈ കടലപ്പരിപ്പൊന്ന് മാറ്റി കൊടുക്കാവേ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ഒരു പൊട്ട് വെള്ളം പോലും ഒഴിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു തരിതരുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതുപോലെ ഒന്ന് കുറച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ പരിപ്പ് വടൻ്റെ കൂടെ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി മുഴുവനോടുള്ള കടലപ്പരിപ്പും പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, 2 കപ്പലമുളക് അരിഞ്ഞത്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സോഡാപ്പൊടിയൊന്നും ഉപയോഗിക്കാണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അപ്പം തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഉഴുന്നുവട പോലെ നമുക്ക് മാറ്റി ഒരു 2 മണിക്കൂർ മാറ്റി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ബൗളാക്കി എടുത്തിട്ട് നമ്മളിതുപോലെ ഒന്ന് അമർത്തി, ഒരു കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി ഈ ഒരു വട ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. വെള്ളം കൂടുതലായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ ഷേപ്പ് കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റായിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിലൊക്കെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ വടകളൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പോൾ ഈ ഒരു 100 കടലപ്പരിപ്പിൽ ഒരു 15ഓളം വട നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് 3 എണ്ണം വെച്ച് കഴിക്കുക. അങ്ങനെ ഒരുപാട് ഹെൽത്തി ഒന്നും അല്ലല്ലോ എണ്ണക്കടികൾ. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴൊക്കെ കഴിക്കുക. ഒരു 2 എണ്ണം 3 എണ്ണം. ഇത് കുഞ്ഞല്ലേ, കുഞ്ഞു വടയായതുകൊണ്ട് തന്നെ നമുക്കൊരു 3 എണ്ണമൊക്കെ വെച്ച് കഴിക്കാം. അപ്പോൾ ഇതിന് അടിപൊളിയായിട്ട് തന്നെ വട മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മുരിഞ്ഞതൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് അടിപൊളിയായിട്ടുള്ള വടയാണ് കേട്ടോ. ഈ വട വന്നിട്ട് മോന് ഉള്ളി ഇല്ലാതെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഉള്ളി പച്ചമുളകൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ ഇതിന് നമുക്ക് പരിപ്പ് വട ഞാനൊന്ന് പൊട്ടിച്ച് അകത്തെങ്ങനെയാണെന്ന് കാണിച്ചു തരാം.